വെള്ളാപ്പള്ളി നടേശൻ വർഗീയവാദിയാണ് എന്ന് പറഞ്ഞാൽ ഞാൻ അഡ്മിറ്റ് ചെയ്യാം. പക്ഷേ ഇന്നലെ ഉദിച്ചൊരു തകര അതേ ആളുകൾ നിങ്ങളിവിടെ കാറ് ഞാനെന്നെ കാറ് വിട്ടു എന്നെല്ലാം ഉത്തരവ് ഞാൻ സുഭാരൻ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. കാരണം കാറിനെ പറ്റി പറഞ്ഞപ്പോൾ നിങ്ങളൊന്ന് ആലോചിക്കണം, 80 കൊല്ലങ്ങൾക്ക് മുമ്പ് സതീശനൊക്കെ ജനിക്കുന്നതിന് മുമ്പ് എൻ്റെ അച്ഛൻ എൻ്റെ മൂത്ത സഹോദരിക്ക് ഇംഗ്ലണ്ടിൽ നിന്ന് ആസ്റ്റിൻ കാർ കപ്പൽ ഇമ്പോർട്ട് ചെയ്താണ് കൊടുത്തത്. അന്ന് എൻ്റെ അച്ഛൻ ആ വാക്സ്വാൾ വേവിൻ 6 സിലിണ്ടർ കാറിലാണ് സഞ്ചരിച്ചിട്ടുള്ളത്. എനിക്ക് എന്തുണ്ടായിരുന്നതെന്ന് 80 കൊല്ലങ്ങൾക്ക് മുമ്പ് എൻ്റെ അച്ഛൻ എഴുതിയിരിക്കുന്ന ഭാഗം ഉടമ്പടി കണ്ടാൽ ഇത്രയുണ്ട്. അത്രയും ഭൂസ്വത്തുകൾ ഉടമയായിരുന്നു എൻ്റെ അച്ഛൻ. എൻ്റെ അച്ഛൻ കയർ ഫാക്ടറി ഉൽപ്പന്നങ്ങൾ ഇംഗ്ലണ്ടിലേക്ക് അയക്കുകയായിരുന്നു. അതുകൊണ്ടാണ് അവിടെ നിന്ന് കപ്പലിൽ ഇത് ഇറക്കാൻ സാധിച്ചത്. പക്ഷേ ഈ പറയുന്ന ആളിന് എന്താസ്തി ഉണ്ടായ രാഷ്ട്രീയത്തിൽ വരുന്നതിനുണ്ട്. ഒരാസ്തി ഉണ്ടാകാതെ ഇതെല്ലാം ഉണ്ടാക്കിയിട്ട് എന്നെ എന്തിനും നിരന്തരം വേട്ടയാടുക. SNDP പ്രസ്ഥാനത്തിന് മാത്രം എതിരെയല്ല, ഈഴവർക്കെതിരെയല്ലേ എന്നും പ്രതികരിക്കുന്നത്. SNDP പ്രസ്ഥാനത്തെ തകർക്കുക, ഈഴവരെ തകർക്കുക, അതിനെ തളർത്തുക. ഈ മാന്യൻ്റെ ഉപ്പാപ്പം വിചാരിച്ചാലും SNDP യോഗത്തെ തകർക്കാനും തളർത്താനും ഇതിനു മുമ്പും പലരും വന്നിട്ടുണ്ട്. ഒന്നും സംഭവിച്ചിട്ടില്ല. ഇത് വളരെയല്ലാതെ തളർന്നിട്ടില്ല. പിളർക്കാൻ ശ്രമിച്ചവരെല്ലാം സ്വയം പിളർന്ന് പോയതല്ലാതെ ഇത് പിളർത്താൻ സാധിച്ചിട്ടില്ല. നിങ്ങളൊന്ന് മനസ്സിലാക്കണം, സുവാനന്ദ അദ്ദേഹത്തെ പലരും ഞാൻ എറണാകുളത്ത് വെച്ച് ചില പ്രസ്താവന ഇറക്കിയപ്പോൾ ഉടനെ എന്നെ ഒരുപാട് സ്നേഹിക്കുന്ന ഒരു ചാനലുണ്ട്. അവരുടനെ വിളിച്ചങ്ങോട്ട് ഉടനെ ഒരു നെഗറ്റീവ് കിട്ടുമെന്നാണ് വിചാരിച്ചത്. കിട്ടിയില്ല. അദ്ദേഹം നല്ലൊരു മറുപടി പറഞ്ഞു. ആ മറുപടി പറഞ്ഞപ്പോൾ എന്താണ്, ഈ കാലഘട്ടത്തിൽ യോജിപ്പ് അനിവാര്യമാണെന്ന് ഇതുപോലുള്ള കാറിൻ്റെ കാര്യമെല്ലാം പറഞ്ഞ് ആക്ഷേപിക്കുന്നത് ശരിയല്ല എന്ന് ഉപദേശ രൂപത്തിൽ ആ മാന്യൻ പറഞ്ഞുവെങ്കിൽ കാലഘട്ടത്തിൻ്റെ ചിന്തയും ഭാവനയും എവിടെ എത്തുന്നു എന്നുള്ള തിരിച്ചറിവ് എങ്കിലും ഇവർക്കൊക്കെ ഉണ്ടായാൽ നല്ലത്. താൻ എപ്പോഴും കയറി കൊത്താതെ അടങ്ങിയിരിക്കും. ഈ നമ്മുടെ ഇങ്ങനൊരു ഐക്യം ഉണ്ടാകുമ്പോൾ, അതായത് SNDP NS ഐക്യം ഉണ്ടാകുമ്പോൾ അതൊരു ധ്രുവീകരണത്തിന് വേണ്ടിയിട്ടുള്ള ആക്ഷേപം പല സ്ഥലങ്ങളിൽ വരുന്നുണ്ട്. അതായത് വേറെ രീതിയിലൊരു ധ്രുവീകരണം ഉണ്ടാക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമാണെന്നുള്ള വിമർശനം ഇപ്പോഴും തന്നെ വന്നു കഴിഞ്ഞിട്ടുണ്ട്. എങ്ങനെയുള്ള ധ്രുവീകരണമാണ്? ഞങ്ങൾ ഒന്ന് യോജിച്ചു പോയാൽ ഒരു ഈ രാജ്യത്ത് സുനാമി സംഭവിക്കുക. എന്താണ് ബാക്കിയെല്ലാവരും യോജിച്ചെങ്കിൽ ഞങ്ങൾ ഒന്ന് യോജിക്കുന്നതിൽ നിങ്ങൾക്ക് എന്താണ് വിഷമം? യോജിക്കേണ്ടവർ യോജിക്കേണ്ട സമയത്ത് യോജിച്ചേ തീരും. അത് നിയതിയുടെ ഒരു നിയമമാണ്. കാലഘട്ടത്തെ ഇന്നത് സ്വീകരിക്കാൻ അതിൻ്റെ ഉൾവിളി ഇന്നുണ്ട് താനും. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന് തോന്നാനും എനിക്കിങ്ങനെ തോന്നാനും സമൂഹം അത് രണ്ടു കൈയിൽ നിന്നിട്ട് ഇന്ന് സ്വീകരിക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തിയെങ്കിൽ അത് ജനം ആഗ്രഹിക്കുന്ന ഒന്നായി മാറി എന്നുള്ളതുകൊണ്ട് തന്നെ തീർച്ചയായും ഞങ്ങളുടെ ദൗത്യതാണല്ലോ. നായാട് തൊട്ട് നസ്രാണി വരെയുള്ള സമുദായത്തിൻ്റെ കൂട്ടായ്മയ്ക്ക് വേണ്ടിയിട്ട് SNDP യോഗം എന്തെല്ലാം ദൗത്യം ഏറ്റെടുക്കണമെങ്കിൽ ഏറ്റെടുക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. എന്ന് മാത്രമല്ല, അതിൻ്റെ ചർച്ചകൾക്ക് വേണ്ടി ഈ 21-ാം തീയതി പ്രിൻസ് ഹോട്ടലിൽ വെച്ച് ഇന്ത്യയിലുള്ള മുഴുവൻ പ്രസിഡന്റ്, സെക്രട്ടറി, വൈസ് പ്രസിഡന്റ്, ബോർഡ് അംഗങ്ങളുടെ ഒരു യോഗം വെച്ചു കൂട്ടിയിട്ടുണ്ട്. അതിൻ്റെ ആവശ്യമില്ലാത്തതുകൊണ്ട് അതിൻ്റെ എന്തുകൊണ്ടാണ് നിങ്ങളോട് പറഞ്ഞുകൊണ്ട് അതിൻ്റെ ആവശ്യമില്ലാത്തതുകൊണ്ട് മുസ്ലിം സമുദായത്തോട് ഞങ്ങൾക്ക് വളരെ മുസ്ലിം ലീഗിനെ നടത്താത്തത് അല്ല, രണ്ടാണ്. ആ യോജിപ്പാണ് ഇപ്പോഴത്തെ ആവശ്യമെന്ന് ഞങ്ങൾക്ക് തോന്നുന്നു. നിങ്ങൾക്ക് തോന്നുന്നു ഞങ്ങൾക്ക് തോന്നുന്നില്ലല്ലോ. അല്ല, ന്യൂനപക്ഷങ്ങൾ അർഹമായതിൽ കൂടുതൽ മേടിക്കുന്നു എന്ന് പറഞ്ഞാൽ AK ആന്റണിയെ പുറത്തിറക്കിയത് ആരാണ്? കേരള രാഷ്ട്രീയത്തിൽ ന്യൂനപക്ഷങ്ങൾ അർഹിക്കുന്നേക്കാൾ കൂടുതൽ മേടിക്കുന്നു എന്ന് ഭൂരിപക്ഷത്തിന് അഭിപ്രായമുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ചവിട്ടി പുറത്താക്കിയത് ആര്? ഇതൊക്കെ കേരള രാഷ്ട്രീയം കണ്ടതല്ലേ.
ഈ സാമുദായിക ഐക്യത്തെ കുറിച്ച് പറഞ്ഞിരുന്നല്ലോ, പ്രത്യേകിച്ച് ഈ പറഞ്ഞ നായാടി മുതൽ നസ്രാണി വരെ നമ്പൂതിരി വരെ എന്ന് പല ഘട്ടത്തിൽ പറഞ്ഞിട്ടുണ്ട്. ആ ഘട്ടങ്ങളിലൊന്നും NSSന്റെ ഭാഗത്തു നിന്നോ അത്തരത്തിലൊരു പോസിറ്റീവായിട്ടുള്ള ഒരു മറുപടി ഉണ്ടായിട്ടില്ല. പക്ഷെ ഇപ്പോൾ അങ്ങനെ ഒരു മറുപടി ഉണ്ടാകുന്നു. അത്തരത്തിൽ എന്ത് മാറ്റമാണ് സംഭവിച്ചത്? അങ്ങനെ മാറണമെന്നുള്ള ഒരു വിചാരങ്ങൾ സമൂഹത്തിലുണ്ടായി എന്ന് തന്നെ നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. സെക്രട്ടറി, തെരഞ്ഞെടുപ്പ് അടുത്ത് നിൽക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ ഈ രണ്ട് സമുദായ സംഘടനകളും ചേരുക എന്ന് പറയുമ്പോൾ അത് വലിയൊരു രാഷ്ട്രീയ സമവാക്യങ്ങൾ കൂടി വഴിവെക്കുന്ന ഒരു കാര്യമാണ്. അത്തരത്തിൽ ഏതെങ്കിലും രാഷ്ട്രീയ നേതാക്കളോ അങ്ങനെ എന്തെങ്കിലും ചർച്ചയ്ക്കോ ഇങ്ങനെ ഒരു സമന്വയം വേണമെന്നോ ഐക്യം വേണമെന്നോ അഭിപ്രായപ്പെട്ടിട്ടുണ്ടോ? എൻ്റെ പൊന്നു സഹോദരൻ, ഒരാളും എന്ന് പറഞ്ഞിട്ടില്ല. ഒരു രാഷ്ട്രീയ നേതാക്കന്മാരോ ഒരു സമുദായ നേതാക്കന്മാരോ ഇങ്ങനെ ദൗത്യത്തിൻ്റെ ദല്ലാളുകളായിട്ട് ഞങ്ങൾ ആരും സമീപിച്ചിട്ടില്ല. ഇത് ഈ കാലഘട്ടത്തിന് അനിവാര്യമാണ് എന്നുള്ള ഒരവസ്ഥയിലേക്ക് ചിന്തിച്ച് ചർച്ച എപ്പോഴുണ്ടോ? അങ്ങനെ തീരുമാനം ഇതുപോലെ 21 തീയതി കഴിഞ്ഞ് ചർച്ച ഈ 21 തീയതി ഔദ്യോഗികമായ ചർച്ച ഞങ്ങൾ കേരളത്തിലെ ഇന്ത്യയുള്ള മുഴുവൻ ഞങ്ങളുടെ നേതാക്കന്മാരോട് വിളിച്ചിട്ട് അതിൽ നിന്നുള്ള അംഗീകാരം വേണ്ടിയിട്ട് എങ്ങനെയാണ് മുമ്പോട്ട് പോകേണ്ടതെന്നുള്ളതിനെ പറ്റി ഞങ്ങളൊരു തീരുമാനം ഉണ്ടാകും. അതായത് ഈ ചില നേതാക്കളെ മാത്രം ടാർഗറ്റ് ചെയ്യുന്നു എന്നുള്ള ഒരു ആക്ഷേപം അങ്ങ് ഉന്നയിക്കുന്നുണ്ട്. അതായത് കോൺഗ്രസിലെ തന്നെ ചില നേതാക്കളെ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ടാണ് പ്രസ്ഥാനം നടത്തുന്നത്. പക്ഷെ മറ്റു നേതാക്കള് അവരെ കുറിച്ച് പറയുന്നില്ല എന്നുള്ളൊരു ആക്ഷേപം ഇങ്ങനെ പൊതുവെ കേൾക്കുന്നുണ്ട്. ആരെ പറ്റിയാണ്? അത് VD സതീശനെ കുറിച്ച് മാത്രം പറയുന്നു. VD സതീശനല്ലാതെ വേറെ ആരെങ്കിലും ഞാൻ ചോദിക്കട്ടെ, വേണുഗോപാല് ഞാനൊരു വർഗീയവാദിയാണെന്ന് പറയുന്നുണ്ടോ? ഞാൻ എന്നെ കാറി കയറ്റിയത് തെറ്റായിപ്പോയെന്ന് പറയുന്നുണ്ടോ? അതുപോലെ ഏറ്റവും സീനിയറായ ഇവിടെ രമേശ് ചെന്നിത്തലയുണ്ട്. അവരൊക്കെ എത്രയോ സീനിയറും രാഷ്ട്രീയത്തിൽ ഒരുപാട് പക്വതയും മാന്യതയും പുലർത്തുന്ന മാന്യന്മാരാണ്. അതുപോലെ AK ആൻ്റണി ഈ രാജ്യത്ത് ഇപ്പോഴും ജീവിച്ചിട്ടുണ്ടല്ലോ. AK ആൻ്റണി കാറിക്കറ്റ് തെറ്റായിപ്പോയി എന്ന് പറയാറുണ്ടോ? അതുപോലെ എന്നെ ടാർഗറ്റ് ചെയ്ത് ഞാനൊരു വർഗീയവാദിയാണ് എന്ന് അവരാരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഈ മാന്യനല്ലേ പറയുന്ന മുഴുവൻ? വെള്ളാപ്പള്ളി വിമർശിച്ചാൽ ഈഴവ വിരോധിയാകുമെന്നെങ്ങനെയാണ് പറയാൻ കഴിയും? വിമർശനം എല്ലാവർക്കും നേരെ ഉണ്ടാവാറുണ്ടല്ലോ, സ്വാഭാവികമല്ലേ? എന്തുകൊണ്ടാണ് വെള്ളാപ്പള്ളി വിമർശിക്കുമ്പോൾ ഈഴവ വിരോധി? അതിന് ഞാൻ ആ ചോദ്യത്തിന് ഞാൻ ഉത്തരം നിങ്ങൾക്ക് ജമാഅത്ത് ഇസ്ലാമി പോലുള്ള സംഘടനകളെ കൂടെ നിർത്തുകയും SNDP ഈ വർഗീയ ചിന്താഗതിയുള്ള ഒരു സംഘടനയാണെന്നാണല്ലോ ഇപ്പം VD സതീശൻ പറയുന്നത്. അതെ, കാരണം യഥാർത്ഥ വർഗീയ സംഘടനയെ കൂടെ നിർത്തുകയും മതേതരത്വം പറഞ്ഞ് ഞങ്ങളെക്കൊണ്ടുള്ളവരെ വർഗീയവാദിയാക്കി. നിങ്ങളൊന്ന് ആലോചിക്കണം, ഈ രാജ്യത്ത് വെട്ടും കുത്തും ഒന്നുമില്ലാതെ പോകുന്നത് തന്നെ സീതാരാമ പ്രസ്ഥാനത്തിൻ്റെ വളർച്ചയും ഉയർച്ചയും അവരുടെ പ്രവർത്തനം കൊണ്ടാണ്. അതൊന്നും അംഗീകരിക്കാതെ ഞങ്ങളെ തനി വർഗീയവാദിയാക്കുക, യഥാർത്ഥ വർഗീയവാദികളെ അവർ വർഗീയവാദിയായെന്ന് കാണാതെ, അതുപോലെ ഞങ്ങളെക്കൊണ്ടുള്ള ഈ വർഗീയവാദത്തിന് എതിരായി എല്ലാവരെയും സമന്വയത്തോടു കൂടി കാണുന്ന ഞങ്ങളെ വർഗീയവാദിയാക്കി തേജോവധം ചെയ്യാൻ ശ്രമിക്കുന്ന ഇയാളാണ്. അയാൾ പറയുമ്പോൾ അയാൾക്കെതിരെ ഞങ്ങൾ പറയും. UDF-നെതിരെ അല്ല, VD സതീശനെതിരെ മാത്രമാണോ? UDF ഞങ്ങൾ ആരും എതിരല്ല, കോൺഗ്രസ് ഞാനും എതിരല്ല. കോൺഗ്രസ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടുന്ന വലിയൊരു പ്രസ്ഥാനമാണ്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പ്രസക്തി ഇല്ലാതെ പോയെങ്കിൽ ഞാനല്ല കാരണക്കാരൻ. അവർ ആൾ ഇന്ത്യ ബേസിൽ തന്നെ പ്രസക്തി കുറഞ്ഞില്ലേ? 6 പേരുണ്ടായിരുന്നു, അവർ പോലും പോയില്ലേ? ഇപ്പം കേരളത്തിൽ തന്നെ നിങ്ങൾക്ക് ആലോചിച്ച് നോക്കുക. മുസ്ലിം ലീഗ് പറയുന്ന അനുസരിച്ച് ചാടിക്കളിക്കട കുഞ്ഞിരാമ എന്ന് പറയുമ്പോൾ ചാടിക്കളിക്കുന്ന ഒരു പ്രസ്ഥാനമായി അധപ്പതിക്കേണ്ട ഒരു ഗതികേട് വന്നില്ലേ കോൺഗ്രസിനകത്ത്? അവർ ഇപ്പം തന്നെ പറഞ്ഞില്ലേ, ഇനിയും ഞങ്ങൾക്ക് കൂടുതൽ സീറ്റുകൾ വടക്കൻ തെക്കൻ മേഖലയിൽ വേണമെന്ന് കുഞ്ഞാലിക്കുട്ടി പറഞ്ഞപ്പോൾ ഇവിടെ പ്രതിപക്ഷത്തിൽ നേതാവായ നമ്മുടെ മുസ്ലിം നേതാവായിട്ടുള്ള എന്താണ് അദ്ദേഹത്തിൻ്റെ പേര്, അദ്ദേഹം പറഞ്ഞത് ശരിയാണ്, ഇവിടെ സീറ്റ് ഇനി അവർക്ക് കൊടുക്കേണ്ടതാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ വന്ന് അവർ പറയുന്നതിനെല്ലാം ശരി വെച്ചല്ലേ പറയണത്. അതിനൊന്നും ഉത്തരം UDF-നോടൊപ്പം വിയോജിപ്പില്ല അല്ല, VD സതീശന്റെ പരാമർശങ്ങൾ അല്ലെങ്കിൽ അത് മാത്രമാണ് അതെ, UDF-കാരുടെ ഒരു വിരോധവും ഇല്ല. ഇപ്പോഴത്തെ ഈ കൂടിച്ചേരൽ, അതായത് പുതിയൊരു നീക്കം, ഈ പറഞ്ഞ സാമുദായികമായിട്ടുള്ള ഒരു ഐക്യത്തിലേക്ക് പോകുന്നുള്ള നീക്കം, അത് ആർക്കാണ് ഗുണം ചെയ്യുക? ഇടതുപക്ഷത്തിന് ഗുണം ചെയ്യുമെന്ന് കരുതുന്നുണ്ടോ? അത് ആർക്ക് ഗുണം ചെയ്യും ആർക്ക് ദോഷം ചെയ്യും എന്നതിനെ പറ്റി എനിക്ക് പറയാനിപ്പോൾ സാധിക്കില്ല. ഞങ്ങളിങ്ങനൊരു സംവാദം നടത്തി കഴിഞ്ഞല്ലേ ഉള്ളത്. അതിൻ്റെ ഭരണഫലം എങ്ങനെ വരുന്നു എന്നുള്ളതിനെപ്പറ്റി ഞങ്ങൾ തമ്മിലുള്ള ചർച്ചയിലുള്ള ഉരുത്തിരുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ രാഷ്ട്രീയ പാർട്ടികൾക്ക് പിൻബലം കൊടുക്കാനോ അല്ലെങ്കിൽ പാർട്ടിക്കാർക്ക് ഇടം കൊടുക്കാനോ വേണ്ടിയിട്ടല്ല. ഞങ്ങളുടെ കൂട്ടത്തിൽ എല്ലാ പാർട്ടിയുണ്ട്.
അതുപോലെ NSS സംബന്ധിച്ചിടത്തോളം അവരുടെ സമുദ്ര സിദ്ധാന്തം പണ്ടും ഇന്നും നിലനിർത്തുന്നുണ്ട്. സുകുമാരൻ നായർ NSS ജനറൽ സെക്രട്ടറി സുകുമാരൻ നായർ ഈ അന്ന് മുന്നോട്ട് വെച്ച ഭാഗത്തെക്കുറിച്ച് അനുകൂലമായിട്ടാണ് പ്രതികരിച്ചിരിക്കുന്നത്. അപ്പം ഈ സ്വാഭാവികമായിട്ടും ഇങ്ങനൊരു ചർച്ച വരുമ്പോൾ മറ്റ് രാഷ്ട്രീയ കക്ഷികളൊക്കെ തന്നെ ഒരു പൊളിറ്റിക്കൽ നീക്കമായിട്ട് തന്നെ വീക്ഷിക്കാനുള്ള സാധ്യതയില്ല അതിനകത്ത്. അത് ഓരോരുത്തർ അവരുടെ ഇഷ്ടം പോലെ ചിന്തിച്ചിട്ടേ. പൊളിറ്റിക്കലായിട്ടാണ് ചിന്തിക്കുന്നവർക്ക് അങ്ങനെ ആകട്ടെ. അന്തൻ ആനയെ കണ്ട പോലെ വാലെ പിടിച്ചവൻ ചൂലായിട്ടും കാലെ പിടിച്ചവൻ തൂണായിട്ടും അങ്ങനെ ഓരോരുത്തർ അവരുടേതായ സ്ഥിതി വ്യാഖ്യാനിച്ചോട്ടെ. അതിന് ഞങ്ങൾക്കെത്തിയാൽ ഈ വ്യാഖ്യാനത്തെ ഭയന്നുകൊണ്ടും ഞങ്ങളുടെ ആശയത്തെ കൊല്ലാൻ നിൽക്കുമോ? അത് നിങ്ങൾ സൃഷ്ടിക്കുന്നതല്ലേ. ഐക്യം എന്നത് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് വരുന്നു, അതിനകത്തൊരു കൂട്ടാത്തോടെ ഒരു നിലപാടെടുക്കുന്നു. അത്തരത്തിലാണ് ഈ ഐക്യം എന്നുള്ളത് ഒരുപക്ഷെ ഗുണം ചെയ്യുക. അല്ലെങ്കിൽ അത്തരം സമയങ്ങൾ സന്ദർഭങ്ങൾ ഡിമാൻഡ് ചെയ്യാൻ വേണ്ടി കൂടി ഈ ഐക്യം പ്രയോജനപ്പെടും. അപ്പൊ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപേ ഇത്തരം ഒരു ഐക്യത്തിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞാൽ അതിന് പിന്നിൽ തീർച്ചയായും രാഷ്ട്രീയ ലക്ഷ്യം കൂടി ഇല്ലേ? ഞങ്ങളെ എപ്പോഴത്തുള്ള ഒരു രാഷ്ട്രീയ കാരണം ഈ ഒരു ആശയമുണ്ടല്ലോ, ആ ആശയത്തിനുള്ള അംഗീകാരവും അതിൻ്റെ പിന്നീടുള്ള നടപടിക്രമവും എങ്ങനെ ആയിരിക്കണം എന്നുള്ളതിനെ പറ്റിയുള്ള കൂടിയാലോചന തീരുമാനം എടുത്ത ശേഷമല്ലേ ഞങ്ങൾക്ക് പ്രസന്റ് ചെയ്യാൻ നോക്കുള്ളൂ. അതൊന്നും പറയാനൊക്കില്ല. ഞങ്ങൾ തമ്മിൽ കൂടിക്കാഴ്ച നടത്താൻ ദിവസവും സമയം ഒന്നും നിശ്ചയിച്ചിട്ടില്ലല്ലോ. അവർ സ്വാഗതം ചെയ്യുന്നല്ലേ ഉള്ളൂ, ഒന്നും സംസാരിച്ചിട്ടില്ല. എന്താ നസ്രാണികൾ ഉൾപ്പെടുത്താൻ സാധിക്കുന്നത് ചോദിച്ചാൽ, ഇന്ന് മുസ്ലിങ്ങളെ ഭയന്നാണ് ഇന്ന് ക്രിസ്ത്യാനികൾ പോലും ഇവിടെ കേരളത്തിൽ താമസിക്കുന്നത്. ആ ദുരിതവും ദുഃഖവും അവരിൽപ്പെട്ട ഒരുപാട് ആളുകൾ കേരളത്തിലുള്ളവരും കേരളത്തിൽ വെളിയിലുള്ളവരും വന്നുള്ള ഒരു നിവേദനങ്ങളും അവിടെ നമുക്ക് ഒന്നിച്ച് പോകണമെന്നുള്ള ഒരു ആഗ്രഹം പ്രകടിപ്പിച്ചപ്പോൾ അത് ഞങ്ങൾ സ്വാഗതം ചെയ്തു. ഒന്നിച്ചു പോകണമെന്ന് ഉദ്ദേശിക്കുന്നത് എല്ലാ കാര്യങ്ങളിലാണ്. എങ്ങനെ ഒന്നിച്ചു പോകണമെന്നാണ് ഉദ്ദേശിക്കുന്നത്? എന്തൊക്കെ കാര്യങ്ങളിൽ ഒന്നിച്ചു പോകണം ഇപ്പൊ പറയാനും നോക്കത്തില്ല. ആരൊക്കെ ആയിട്ട് എങ്ങനെയെല്ലാം യോജിച്ചു പോകും എന്നുള്ളതിനെ പറ്റി ഒരു വിശദമായ ഒരു ചർച്ചയോ സംവാദമോ മറുപടിയോ ഇപ്പൊ എനിക്ക് പറയാൻ സാധിക്കില്ല. അതൊന്നും പറയാനുള്ള 21-ാം തീയതി കഴിഞ്ഞ ശേഷം ഞങ്ങൾ അവിടെ ഉരുത്തിരിഞ്ഞിരുന്ന അഭിപ്രായത്തിൻ്റെ അടിസ്ഥാനത്തിൽ അതിൻ്റെ ബന്ധപ്പെട്ടവരുമായിട്ട് എല്ലാവരുമായിട്ടും ആലോചിച്ചിട്ട് എപ്പോഴെങ്ങനെ കൂടിക്കാഴ്ച നടത്തണം. ഇപ്പോൾ ഏതായാലും സുകുമാരൻ അദ്ദേഹം ഏതായാലും കൂടിക്കാഴ്ച നടത്തുന്നതിനും ചർച്ച ചെയ്യുന്നതിനും വിരോധമില്ല എന്ന് അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞല്ലോ. അപ്പോൾ അവർ ഓപ്പണായിട്ട് കഥ തുറന്നിട്ട് കഴിഞ്ഞു. സെക്രട്ടറി, താങ്കൾ മുഖ്യമന്ത്രിയുടെ കാറിൽ കയറിയ സംഭവം അടക്കം വലിയ രീതിയിലുള്ള രാഷ്ട്രീയ ചർച്ചകൾക്ക് ഇടവെച്ചിരുന്നു. കഴിഞ്ഞ ദിവസം സുകുമാരൻ നായർ പറഞ്ഞത് ആ ഒരു കാര്യം കൂടി എടുത്തു പറഞ്ഞുകൊണ്ടാണ്. അതായത് വെള്ളാപ്പള്ളിക്കാരിൽ കയറിയാൽ എന്താണുള്ളത്, അല്ലെങ്കിൽ താങ്കൾക്കെതിരെ വലിയ രീതിയിലുള്ള ആക്രമണം ഉണ്ടായ സമയത്തല്ല ഇത്രയും മുതിർന്ന ഒരാൾ ആക്രമിക്കേണ്ടതില്ല എന്നൊരു പരാമർശമാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തുണ്ടായത്. മുൻപ് ഒരിക്കലും NSSന്റെ ജനറൽ സെക്രട്ടറി ഇത്തരത്തിൽ SNDPയുടെ ജനറൽ സെക്രട്ടറി പ്രതിരോധിക്കാൻ രംഗത്ത് വന്നിട്ടില്ല. അപ്പോൾ ഏതെങ്കിലും തരത്തിൽ ഫോണുകളിലോ മറ്റോ ഈ ആക്രമണങ്ങൾ ഉണ്ടാകുമ്പോൾ വിളിച്ചിരുന്നു, സംസാരിച്ചിരുന്നു? ഒരാക്രമണവും വിളിച്ചിട്ടില്ല. സാമൂഹ്യ സത്യങ്ങളും മനസ്സിലാക്കുകയും ഒരു കുറച്ചെല്ലാം കടന്നു പോകുന്ന ഒരു സമുദായ നേതാവിനെ പറ്റി എന്ന് വന്നപ്പോൾ അദ്ദേഹം സഹിക്ക വയ്യാത്തതുകൊണ്ട് പറഞ്ഞതായിരിക്കും. ഒരാളെ പറ്റി പറയുന്നതിനകത്ത് ഒരു അതിര് വേണ്ടേ? അത് എത്ര ദിവസമായി? അത് എന്ത് കാര്യത്തിന്? വല്ല കാര്യമുള്ള കാര്യമാണ്. ഇവരൊക്കെ കാറ് കാണുന്നതിന് മുമ്പ് എൻസുകാർ നടക്കണതാണ് ഞാൻ. അതൊക്കെ അദ്ദേഹത്തിന് അറിയാവുന്നതാണ്. അപ്പോൾ അതൊക്കെ ചെറിയൊരു കാര്യത്തിനെ വക്രീകരിച്ചുകൊണ്ട് ഇങ്ങനെ പോകുമ്പോൾ ആർക്കും കേട്ടാലും കണ്ടാലും മനസ്സിലാകലേ, അത് സഹികെട്ടായിരിക്കും അദ്ദേഹം പറഞ്ഞത്. ഈ ആഗോള അയ്യപ്പ സംഗമവുമായിട്ട് ബന്ധപ്പെട്ടുണ്ടായ വിഷയങ്ങളിൽ സുകുമാരൻ നായർ അടക്കം വളരെയധികം ആക്രമിക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടായി. അന്നും അദ്ദേഹത്തിന് പിന്തുണയുമായി സെക്രട്ടറി മുന്നോട്ട് വരുന്ന അവസ്ഥയുണ്ടായിരുന്നു. അന്ന് നിങ്ങൾ തമ്മിൽ ഫോണിൽ സംസാരിക്കാൻ ഇടയായിട്ടുണ്ടോ? ഞങ്ങൾ തമ്മിൽ നാളെ വരെ ഫോണിൽ സംസാരിക്കാനില്ല. സെക്രട്ടറി പറയുന്ന കാര്യവും മുഖ്യമന്ത്രി പറയുന്ന കാര്യവും ഒന്നാണ്. ഈ മലബാർ കലാപം ഉണ്ടായിട്ടില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ സെക്രട്ടറിയുടെ ഇപ്പോഴത്തെ ഒരു രാഷ്ട്രീയ ലൈൻ എന്താണത്? CPMന്റെ ഒപ്പം എന്നുള്ളത് തന്നെയാണോ? ഞങ്ങൾ ആരുടെ ഒപ്പമില്ല. ഞങ്ങൾ സ്വതന്ത്രമായി നീതിയും സത്യവും ധർമ്മവും എവിടെയുണ്ടോ അതിനോടൊപ്പം ഞങ്ങളുണ്ട്. ഞങ്ങൾ ഒരു പാർട്ടിക്കോ ഒരു ജാതിക്കോ എതിരല്ല.
കഴിഞ്ഞ പ്രാവശ്യം കണ്ടപ്പോൾ പറഞ്ഞൊരു കാര്യമുണ്ട്. അതായത് തെരഞ്ഞെടുപ്പിൽ എല്ലാ തവണയും വീണ്ടും പിണറായി സർക്കാർ അധികാരത്തിൽ വരുന്നു എന്നുള്ള കാര്യം താൻ ആവർത്തിക്കുന്നില്ല. മറിച്ച് ഈ തെരഞ്ഞെടുപ്പിൽ വിജയിക്കുന്ന ആരാണോ അവരെത്തും എന്നുള്ള രീതിയിലേക്ക് ഒരു നിലപാട് മാറ്റി പറയുന്നൊരു കാര്യം ഉണ്ടായിരുന്നു. ഇപ്പോൾ നിലവിലത്തെ ഒരു സാഹചര്യം പരിശോധിച്ച് നോക്കിയാൽ എന്താണ് അവസ്ഥ എന്നാണ് വിലയിരുത്തുന്നത്? നിലവിൽ ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ട് പോലും നിങ്ങൾ എന്നെ കൂടി ഇങ്ങനെ ചുമ്മാ വഹിച്ച് പറയിപ്പിക്കുക. കാരണം നിലപാട് എൻ്റെ പറഞ്ഞതെല്ലാം പറഞ്ഞത് തന്നെ നിലപാടിൽ നിന്ന് മാറ്റുന്ന ഒരു പ്രശ്നമില്ല. 2 പ്രാവശ്യം ഇപ്പോൾ ഈ ഗവൺമെൻറ് ഭരിച്ചു, 3ാമതും വരാനുള്ള സാധ്യതയാണ് ഇപ്പോഴും ഞാൻ കാണുന്നത്. നിങ്ങൾ ത്രിതല പഞ്ചായത്തിനെ കണ്ടുകൊണ്ട് ആരും ചാടിയിട്ട് കാര്യമില്ല. നിങ്ങൾക്കറിയാമല്ലോ ത്രിതല പഞ്ചായത്തുകളിലെ ജയപരാജയവും അതുപോലെ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൻ്റെ ജയപരാജയങ്ങളും ഇത് 3ഉം 2ഉം 2ആണ്. 3ാമത്തത് വേറെയാണ് അസംബ്ലി തെരഞ്ഞെടുപ്പ്. ഈ അസംബ്ലി തെരഞ്ഞെടുപ്പ് കണ്ടുകൊണ്ടും പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് കണക്കൂട്ടാൻ പാടില്ല. ഇത് 2 കണക്ക് കൂട്ടിക്കൊണ്ട് നമ്മുടെ ത്രിതല പഞ്ചായത്തിന് കണക്കൂട്ടാൻ പാടില്ല. അതുകൊണ്ട് ഇതാരും ഇന്നാൾ വിജയിച്ചു കളയുമെന്നും ത്രിതല പഞ്ചായത്ത് ജയിച്ചു എന്നുള്ളത് കൊണ്ട് ഈ രാജ്യം പിടിച്ചടക്കി എന്നുള്ള നിലയിൽ ഇന്ന് വലിയ ആക്രോശിച്ച് ആഹ്ലാദിച്ച് നടക്കുന്നവരൊന്നും അങ്ങനെ ആഹ്ലാദിക്കുന്നത് ശരിയല്ല. പഴയകാല ചരിത്രങ്ങളെല്ലാം പരിശോധിച്ചാൽ നിങ്ങൾക്കത് മനസ്സിലാകും. വെള്ളാപ്പള്ളി നടേശനെ വർഗീയവാദിയാക്കിയിട്ട് വി.ഡി. സതീശന് എന്ത് നേട്ടമാണ് ഉണ്ടാക്കാൻ കഴിയുക? അത് മറ്റുള്ള ഒരു മുസ്ലിം ലീഗിൻ്റെ ഗുഡ് ബുക്കിൽ കയറാൻ, ലീഗിൻ്റെ വക്താവായിട്ടല്ലേ സംസാരിക്കുന്നത്. ലീഗ് പറയേണ്ടതല്ല അല്ലേ പുള്ളി പറയേണ്ടത്? ലീഗൊന്നും പറയുന്നില്ലല്ലോ. ന്യൂനപക്ഷ വോട്ടുകളെ ലക്ഷ്യം വെച്ചിട്ടുള്ള ഒരു നീക്കമാണ്. ആ ഒരു നീക്കം കെ.സി. വേണുഗോപാലിന്റെ ഭാഗത്തുനിന്നോ രമേശ് ചെന്നിത്തലയുടെ ഭാഗത്തുനിന്നോ ഒന്നും ഉണ്ടാകുന്നില്ല. അവരൊക്കെ കുറെ രാഷ്ട്രീയം പഠിച്ചിട്ടുള്ള, ഇയാൾ രാഷ്ട്രീയം പഠിച്ചിട്ടില്ല. അവരെല്ലാം വേണുഗോപാൽ രാഷ്ട്രീയം പഠിച്ചിട്ടുണ്ട്. രമേശ് ചെന്നിത്തല രാഷ്ട്രീയത്തിൻ്റെ അധികായനാണ്. അതുപോലെ A.K. ആന്റണി അതിൽ ഉന്നതനാണ്. ഉന്നതരായ ഈ രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിച്ച വളരെ സീനിയറായ ആളുകളുണ്ടല്ലോ. അവരാരും ഇതുപോലുള്ള വർത്തമാനമൊന്നും പറയാറില്ലല്ലോ. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരാൻ യോഗ്യരുമാണ്. അവർക്ക് എന്താ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരുന്നതിനകത്ത് ഒരയോഗ്യതയില്ല. വേണുഗോപാലിന് വരുന്നതിന് എന്താ അയോഗ്യത? രമേശ് ചെന്നിത്തലയ്ക്ക് വരുന്നതിന് എന്താ അയോഗ്യത? ഇനി A.K. ആന്റണിക്ക് ഉണ്ടാവുമെന്ന് ഇവിടെ വന്നാൽ എന്താ കുഴപ്പം? വി.ഡി. സതീശൻ മാത്രമാണ് അയോഗ്യൻ. യോഗ്യനാണെന്ന് പുള്ളി സ്വയം യോഗ്യത അഭിനയിക്കാൻ യോഗ്യതയില്ല എന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. എല്ലാവർക്കും യോഗ്യതയാണ്. അങ്ങനെ നമുക്ക് UDF അധികാരത്തിൽ വരുമെങ്കിൽ എന്ന് പറഞ്ഞ് വരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. എന്നിട്ട് വേണ്ട അഭിപ്രായം പറയാം. ഞാൻ ഇതുവരെ ഇപ്പോഴത്തെ ഇതേവരെയുള്ള പരിസ്ഥിതിയിൽ അത് പറയാറായിട്ടില്ല. സ്ഥാനാർത്ഥി നിർണയമൊക്കെ കഴിഞ്ഞിട്ട് ഒരു റൗണ്ട് കഴിഞ്ഞിട്ട് നമുക്ക് അതിനെപ്പറ്റി പറയാമെന്നുള്ളതല്ലാതെ ആര് ജയിക്കുന്നു ആര് തോക്കുന്നു ഇപ്പോഴും വിധി പറയാൻ മാത്രമുള്ള കാര്യം ആയിട്ടില്ല. ഇടതുപക്ഷ സർക്കാർ വരികയാണെങ്കിൽ അത്തരത്തിൽ സുരക്ഷിതമായ സാഹചര്യം ഉണ്ടെന്ന് പറയുന്ന ഒപ്പം തന്നെ ഇത്തരത്തിലൊരു ഹിന്ദു ഐക്യം വേണ്ട സാഹചര്യം നിലനിൽക്കുന്നു എന്ന് പറയുന്നത്. അപ്പൊ രണ്ടും തമ്മിൽ എങ്ങനെയാണ് യോജിച്ചു പോവുക? ഇടതുപക്ഷ സർക്കാർ വരുമ്പോൾ ഇത്തരത്തിൽ ഉള്ള ഒരു ഇപ്പോൾ SNDP അടക്കമുള്ള അല്ലെങ്കിൽ ഭൂരിപക്ഷ വിഭാഗത്തിന് സംരക്ഷണം കിട്ടും എന്ന് പറയുന്ന അതേ നാവുകൊണ്ട് തന്നെയാണ് നിലവിലത്തെ സാഹചര്യത്തിൽ ഇത്തരത്തിൽ ഒരുമിച്ച് പോകേണ്ട അവസ്ഥ കൂടി ഉണ്ടെന്ന് പറയുന്നത്. അപ്പൊ അത് രണ്ടും തമ്മിൽ ചേരുന്നില്ലല്ലോ. അപ്പോഴും ഈ രണ്ടാമത് പറയുന്ന കാര്യം സുരക്ഷിതമല്ലാത്തൊരു സാഹചര്യം ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതല്ലേ? നിങ്ങൾ പറഞ്ഞത് എനിക്ക് മനസ്സിലായില്ല. എനിക്കൊന്നും നിങ്ങൾ പറഞ്ഞ മനസ്സിലായില്ല. അതായത് ഇനി കൂടുതൽ വ്യാഖ്യാനിച്ച് കാട് കയറണ്ട, വേറെ പണി നോക്കും. എനിക്ക് മനസ്സിലായില്ല. ചിലതുമായിട്ട് ചർച്ച ചെയ്ത് കഴിഞ്ഞു. സന്തോഷം.